തലമുറകളുടെ മേൽ അസാധാരണമായിരിക്കും ദൈവ സാന്നിധ്യം ചലിക്കണം. പ്രൈസ് ദി ലോർഡ്. തലമുറകളാണ് നാളത്തെ ദൈവസഭ. പ്രൈസ് ദി ലോർഡ്. അതിനെ തിന്നും മുടിച്ച് നശിപ്പിച്ച് കളയാൻ ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ അനുവദിക്കരുത്. ഞാൻ നിങ്ങൾ വലിയ വെളിച്ചമായി ഇരുട്ടിൽ എഴുന്നേൽക്കണം. നമ്മുടെ തലമുറകൾ ഇരുട്ടിൽ, അന്ധകാരത്തിൽ അവരൊരു വെളിച്ചമായി മാറണം. ചെറിയ വെളിച്ചങ്ങൾക്കോ വലിയ വെളിച്ചങ്ങൾക്കോ ജാതികളുടെ രക്ഷ എന്ന വെളിച്ചമായി മാറാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ തലമുറകൾ അവർ ലോകത്തിന്റെ വെളിച്ചമാകണം. അവർ നശിച്ചു പോകുന്ന ജാതികൾക്ക് അവർ രക്ഷയായി അവർ മാറണം. മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അന്ധകാരം വീണ് കിടക്കുന്നിടത്ത് നമ്മുടെ തലമുറകൾ വെളിച്ചമായി മാറണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു എന്ന വെളിച്ചം അവിടെ പകരപ്പെടുവാൻ തക്കവണ്ണം തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലമുറകളെ ഒരു പൈശാചിക ആധിപത്യവും തൊടരുത്. അവരുടെ ഭാവി ക്രിസ്തുവിൽ ഭദ്രമാകണം. അവരുടെ കുടുംബജീവിതം ക്രിസ്തുവിൽ ഭദ്രമാകണം. അവരുടെ യാത്രകൾ ക്രിസ്തുവിനാൽ തുറക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. തക്ക സമയത്ത് വിവാഹങ്ങൾ നടക്കണം. പ്രൈസ് ദി ലോർഡ്. അവർ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ഞാൻ ലോകത്തിനുള്ളവളല്ല, ഞാൻ ലോകത്തിനുള്ളവനല്ല. ആ ബോധ്യം അവരെ ഭരിക്കണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. ഞാൻ ഇവിടെ പ്രവാസിയാണ്. എനിക്കൊരു ഭവനമുണ്ട്. ആ ഭവനത്തിന് വേണ്ടി ഒരു വിശുദ്ധ ജീവിതം എനിക്കുണ്ടാകണം. Praise the Lord. Thank you, Holy Spirit. Thank you. തലമുറകൾ ക്രിസ്തുവിനാൽ പിടിക്കപ്പെടട്ടെ. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട. Praise the Lord. നിങ്ങളുടെ തലമുറകളെ ഓർത്ത് കരയുവിൻ. കരയാൻ നമുക്ക് തലമുറകളുണ്ട്. തലമുറ ഓർത്ത് കരയുവിൻ. തലമുറകൾക്ക് വേണ്ടി കരഞ്ഞില്ല എങ്കിൽ എന്തോ ഒരപകടം മറഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് യേശു പറഞ്ഞു, എന്നെ ഓർത്ത് കരയണ്ട, ഞാൻ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ തലമുറകളെ ഓർത്ത് കരയാൻ വചനം നമ്മെ പഠിപ്പിക്കുന്നു.